കോഴിക്കോട് കായക്കൊടി എളിക്കാംപാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. മേഘമാധവനുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും. മേഘ, എന്താണ് നാട്ടുകാർ പറയുന്നത്? ഭൂചലനമാണ് എന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ? ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനിഷ, നാദാപുരം കായക്കൊടി എള്ളിക്കാംപാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ കായക്കൊടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഇന്നലെയും ഇന്നും ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇന്നലെ രാത്രി 7:30 ചെറുതായി അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി കുറച്ചുകൂടി ശക്തിയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്നു. നാട്ടുകാർ ഭയപ്പെട്ടൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും സ്ഥലം MLA EK വിജയനുമായി നാട്ടുകാർ ബന്ധപ്പെട്ടിരുന്നു. MLA ജില്ലാ കളക്ടറെ വിഷയം അറിയിച്ചതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ ഈ സ്ഥലത്തേക്ക് അയക്കും എന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നതാണ് MLA പറയുന്നത്. എള്ളിക്കാംപാറ, കാവിൻപുറത്ത്, പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ ഒന്നും തന്നെയും സംഭവിച്ചിട്ടില്ല. ഏതായാലും ഈ പ്രത്യേക സംഘം സ്ഥലം പരിശോധിച്ച് കൃത്യമായ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടതായി കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിൽ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിരുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. വിനിഷ. ശരി, മേഘമാധവനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് കായക്കൊടി എള്ളിക്കാംപാറയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നാളെ പ്രത്യേക സംഘം സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ട് അവിടെ പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ സ്ഥലം MLAക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്.